ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ നമ്മളുടെ വ്ളോഗിൽ 2 ദിവസത്തെ കാര്യങ്ങളാണ്. വെള്ളി ശനിയും കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസം ഞാൻ അധികം വീഡിയോ എടുക്കാത്ത ദിവസമാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് രാവിലെ 10 മണിക്കത്തെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അന്നത്തെ ദിവസം ഞാൻ അധികം ജോലിയൊന്നും ചെയ്യാതെ ഒരുപാട് റെസ്റ്റല്ല എങ്കിലും ഇത്തിരി സമാധാനമായിട്ടിരിക്കുന്ന ദിവസമാണ്. കാരണം ശനിയും ഞായറും പിന്നെ വീഡിയോ ഇടേണ്ടെന്ന ആ ഒരു സമാധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കാച്ചി കാപ്പി ഇട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കിച്ചണിലെ ലൈറ്റ് വരെ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കണേണ്. ഇനി എനിക്ക് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് ഇരുന്ന് ഇനി വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുള്ളൂ. ആകെപ്പാടി ഇന്ന് പുട്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തതുമില്ല. പുട്ട് പഴവും അപ്പോൾ എളുപ്പം ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ല, കൂടുതൽ ജോലികളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ജനലുകൾ തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഈ സൈഡിൽ 3 ജനലുകളാണ് ഉള്ളത്. 3 പാളിയുടെ 3 ജനലുകളുണ്ട്. അപ്പോൾ ഈ ഒരു ജനലുകളെല്ലാം തന്നെ നമ്മൾ കർട്ടൻ സെറ്റ് ചെയ്യാൻ വന്നില്ലേ, അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കർട്ടൻ ഇടുമ്പോഴത്തേക്കും അതിൽ പൊടി പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനലിൻ്റെ കൊമ്പുറം എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ 2 ജനലും 3ാമത്തെ ജനൽ ക്ലീൻ ചെയ്യുമ്പോഴാണ് നിങ്ങളെ കാണിക്കണത്. ഈ 2 ജനൽ ക്ലീൻ ചെയ്യുമ്പോഴും ഓരോ ജനൽ ക്ലീൻ ചെയ്യുന്ന അഴുക്ക് വെള്ളമോട് ഞാൻ ആദ്യം കാണിച്ചത്. ഒറ്റ ജനൽ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായ അഴുക്കാണ്. അത്രയും പൊടിയാണ് ഈ കയറുന്നത്. ഇതിപ്പോൾ ലാസ്റ്റത്തെ ജനൽ ക്ലീൻ ചെയ്ത അഴുക്കാണ്. അപ്പോൾ ഈ അഴുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല ഇവിടുത്തെ പൊടിയുടെ ആധിക്യം. നിങ്ങൾ കർട്ടൻ സെറ്റ് ചെയ്തത് കണ്ടതല്ലേ, അത്രയും ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ആ ജനൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഞാൻ ആ ലെഗിങ്സ് കെട്ടിയിട്ട് അപ്പുറത്തെ ജനലുകളെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യണം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അന്നും ഒരുപാട് എടുക്കേണ്ടത്. അപ്പോൾ അപ്പുറത്തൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ക്ലീൻ ചെയ്തതാണ്. പിന്നെ ആ ഒരു മെഷൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയും അഴുക്കെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ ഇത് എത്ര ദിവസമായിട്ടുണ്ടാകും ക്ലീൻ ചെയ്തിട്ട്? അപ്പം തന്നെ അത്ര എടുക്കുക. അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലീൻ ചെയ്ത് നമ്മൾ ചാകും. ആ ഒരവസ്ഥ. അപ്പോൾ അത് അഴുക്ക് കണ്ട് ഞാൻ പപ്പനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഞാനന്ന് എല്ലാം തുടച്ചതാണല്ലോ, പിന്നെന്ത് ഇത്ര അഴുക്ക്? ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളുടെ വീട്ടിലെ പൊടിയുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ആ ഒരു മോപ്പും കൊണ്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാം കേട്ടോ. മോപ്പ് ഹെഡ് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണം. അതായത് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി വെച്ചേക്കണത് എടുത്താൽ മതി. അപ്പോൾ അത് ആദ്യം തന്നെ അതിന് ഉപയോഗിക്കുക. അപ്പോൾ നിലം തുടച്ചത് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഈ മുടിയൊക്കെ പിടിച്ചിരിക്കൂലേ നമ്മൾ തുടച്ചതിന് ശേഷമൊക്കെ, അതൊക്കെ ചിലപ്പോൾ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കണം ഒരു ഹെഡ് മോപ്പ് ഹെഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്ന് അതാണ് ചെയ്തത്. കാരണം വലിയ കാര്യങ്ങളൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ലല്ലോ, പുട്ട് മാത്രമല്ലേ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഇന്നത്തെ കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി ചെറുപയറെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടയും നമ്മുടെ നോമ്പിൽ നമ്മൾ പിടുത്തിയിട്ടില്ല. അപ്പോൾ ചെറുപയറുള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു മോര് ചാറ് കുമ്പളങ്ങ ഇട്ടതും കൂട്ടിയിട്ട് കഴിക്കാം. പക്ഷേ പപ്പക്കും റോജറിനും ഒരിത്തിരി മുട്ടത്തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ തേങ്ങാപ്പും തൈരും കൂടി ഒന്നിച്ചടിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. കാരണം മുട്ടത്തോരന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് കറക്കിയെടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തേങ്ങയൊക്കെ കറക്കി എടുത്ത് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ പച്ചമുളകും ചെറിയ ഉള്ളി വേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ തേങ്ങ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതും ഇട്ട് അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട, ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട. അപ്പോൾ ഈ തേങ്ങയ്ക്ക് വേണ്ട ഉപ്പും ഒരു തരി ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെറുതെ മുട്ട ബീറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ, വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല മുട്ടയുടെ അകത്ത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി അങ്ങോട്ട് ഇടുക. അത്രയേ ഉള്ളൂ. നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ മോരിയാറിൻ്റെ കൂട്ടത്തിൽ പപ്പടം മുളകിട്ട് വറുത്തതും അത് നല്ല ഒരു കോമ്പിനേഷനായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഉപ്പുമീനുണ്ടെങ്കിൽ അതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഉപ്പുമീൻ അധികം അങ്ങനെ മേടിക്കാറുമില്ല. പിന്നെ ഇനിയിപ്പം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വെച്ചു. കാരണം എനിക്കത് കണ്ടാൽ കൊതി വരും. അത്രയും നല്ല ടേസ്റ്റാണ് ഉപ്പുമീനും ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് ഫുഡ്
പുറത്തുനിന്ന് കഴിക്കുള്ളൂ റിച്ചാർഡും റോജറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ റിച്ചാർഡ് പിള്ളേരെ പോലെയാണ്, പിന്നെ ശനി ഞായറും ക്ലാസ്സിലല്ല. ആ ഒരു സമാധാനത്തിന് വെള്ളിയാഴ്ച എന്നെ പോലെ തന്നെയാണ്, എനിക്ക് ശനി ഞായറും വീഡിയോ ഇല്ല, അതുപോലെ അവന് ക്ലാസ്സില്ല. അപ്പോൾ രണ്ടാൾക്കും സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ കൊണ്ടവൻ കാളമുക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ചയും നമുക്ക് 3 ആൾക്കും കൂടി പോകണമെന്ന് പറഞ്ഞെങ്കിലും സംഭവം റിച്ചാർഡ് നേരത്തെ ഒരു 5:30 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പ ബൈക്കും കൊണ്ട് വേഗം കുരിയച്ച് നടുവിലോട്ടും പോയി. പപ്പ ഒരു 7 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ പപ്പ വരുന്നതിന് മുമ്പ് തന്നെ അവർ പോയി. കാരണം അവർക്ക് തിരിച്ചു പോരാനൊക്കെ അല്ലെങ്കിൽ റോറോ സർവീസ് നിർത്തിക്കളയേ. അപ്പോൾ അതുകൊണ്ട് 7 മണിയായപ്പോഴത്തേക്ക് അവർ പോയി. അപ്പോൾ റൂബി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും പോയി. പിന്നെ ഞാൻ രാത്രി ഒരു മുന്തിരി ജ്യൂസ് അടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസും അതുപോലെ തെറിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തെറിക്കൊന്നും ഒന്നേരം ഇതുപോലെ ഒരു തുണിയേൻ്റെ മീതയിലിട്ടിട്ട് കറക്കുക. അപ്പോൾ ചുറ്റുമൊന്നും ആകൂല. അപ്പോൾ എനിക്ക് തെറിച്ച് പോയില്ല, എങ്കിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓർത്തപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമല്ല. പണ്ടൊക്കെ ഞാനത് നിങ്ങളെപ്പോഴും കാണിക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മളുടെ റയൻ കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. റയൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം പിന്നെ റയനും പപ്പയും കൂടിയായി സംസാരം. കാരണം റയൻ ഡ്രൈഡോക്കിലായതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ റയൻ ഇറ്റലിയിലാണ് ഇപ്പോൾ ഡ്രൈഡോക്കിന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തെറ്റിപ്പോയതായിരുന്നു. കാരണം ഇവർ സ്ഥലം പലത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണതുകൊണ്ട് ഞാൻ തെറ്റിപ്പറഞ്ഞു പോയതാണ്. ബെർലിനാണ് കേട്ടോ, ജർമ്മനി. അവിടെയാണ് ഡ്രൈഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൈഡോക്ക് ചെയ്യുമ്പോൾ ഷിപ്പ് ഇങ്ങനെ കരയിൽ കയറ്റി വെച്ചേക്കുന്നത് ഇത് നിസ്സാര പണിയല്ല. ഒരുപാട് മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു പണിയാണിത്. അപ്പോൾ ഇത് കപ്പലിൻ്റെ ബലാസ്റ്റ് ടാങ്ക് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഉള്ളിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തെ വെള്ളമെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. Later on, please lower down the anchor chain. Yes, port anchor. Yeah. And I don't know what superintendent decide for the aft one. If the aft one need to do something with it, also need to be lowered. Okay. Yeah, we will lower after one. Just even if we are not doing anything. अगर नहीं लिया मेरे घर वाले गाली देते। കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു നിമിഷം റയൻ്റെ ഒരു വിരൽ കട്ടായി പോകേണ്ട ഒരു സമയമായിരുന്നു. ചീഫ് ഓഫീസർ കൂടെ ഉണ്ടായിരുന്നു. ആ പുള്ളിയാണ് ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞത് റയനെ രക്ഷപ്പെടുത്തിയത്. പിന്നെ മറ്റേ ചെയിൻ ലോക്കർ അപ്പോൾ റയൻ എന്നെ കൂടി ഒത്തിരി നേരം സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പപ്പയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നോക്കി നിൽക്കണേണ്. പിള്ളേർ രണ്ടുപേരും പോയിട്ട് വന്നില്ലല്ല എന്ന് വിചാരിച്ചങ്ങനെ നോക്കി നിൽക്കണേണ്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ കിന്നാര വർത്തമാനത്തിനൊന്നും മക്കളോടൊന്നും നിൽക്കാറില്ല കേട്ടോ. എപ്പോഴും ഷിപ്പിൻ്റെ അകത്തുള്ള കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി മാത്രം സംസാരിക്കണം. അതുകൊണ്ട് തന്നെ പിള്ളേരിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പപ്പയുടെ അടുത്ത് അങ്ങനെ നിൽക്കാറില്ല. ഇപ്പം ഇത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ചൊരു സമയമാണല്ലോ റയൻ്റെയൊക്കെ ഡ്രൈഡോക്ക്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് മുഴുവൻ. അല്ലെങ്കിൽ പപ്പ അങ്ങനെ ഇരുന്നിട്ടൊന്നും പിള്ളേരോട് സംസാരിക്കൂല. അങ്ങനെ വീണ്ടും ഞാനങ്ങനെ നോക്കി നിൽക്കണം, ഇവർ വരണില്ലല്ലോ. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവർ വന്നത്. ലാസ്റ്റ് റോറോ പിടിച്ച് രണ്ടാളും എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അതൊന്നും ഞാൻ കാണിച്ചില്ല. ആണാ, അതുകൊണ്ട് നിനക്ക് കിട്ടി. എടാ നിന്നെ എന്തിനാടാ കൊണ്ടുപോയത്? അവന്റെ സാധനങ്ങളെ മെയിൻ ക്യാരക്ടേഴ്സിൽ സൈഡ് ക്യാരക്ടേഴ്സ് അവിടെ ഉള്ള. പിന്നെ വില്ലനുണ്ട്. വില്ലനാണെങ്കിലേ നല്ല പൊക്കമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മേടിച്ച്. അല്ല എന്റെ പോയി എടപ്പാവുന്നു. എടാ എങ്ങനെയാണ് ഇടാ കട കയറണത് മുകളിലോട്ട്? ഇറങ്ങിയപ്പോ പേടിച്ചു.
അവരെല്ലാരും ഉണ്ടായിരുന്ന ഇരുട്ടത്തിരുന്ന് കൊച്ചെന്താ കഴിക്കണത്? കൊച്ച് പൊട്ടാപ്പ തിന്നണേണ്. കൊച്ചിന്ന് ചിക്കൻ തിന്നതേ ഇല്ല. ഇത്രയും നേരം നോക്കിയിട്ടും കഴിച്ചില്ലല്ല. സമയം എത്രയും സമയം ഇതാണ് 11 മണിയാകുമ്പോൾ 10 മിനിറ്റ് 11ന് 10 മിനിറ്റ് 22:49. ഇവക്കിപ്പോഴാണ് തിന്നാൻ തോന്നി തിന്നണത്. 2 മുട്ടയാണിത്. അപ്പോൾ രാത്രി റൂബിക്ക് ഫുഡ് കൊടുത്ത നേരം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി 12 മണിക്ക് ശേഷമാണ് വീടിൻ്റെ അകത്ത് കയറിയത്. കാരണം അവൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ പുറത്തിറങ്ങിയിട്ട് അപ്പിയൊക്കെ ഇടണം. അപ്പം അപ്പയെല്ലാം പൂട്ടിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തുറന്നൊക്കെ ഇറങ്ങിയിട്ടാ. ഇതിപ്പോൾ ശനിയാഴ്ച രാവിലെയാണ്. ശനിയാഴ്ച രാവിലെ അതായത് വെള്ളിയാഴ്ച രാത്രി മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ 12 മണിക്ക് ശേഷം കിടന്നെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മഴയുണ്ടായിരുന്നു. അപ്പം നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ പൊടി കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലായിടത്തും കൂടി തുടച്ചിട്ട്, കാരണം പിന്നെ പൊടി അങ്ങനെ പെട്ടെന്ന് പറക്കൂല. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് തുടക്കണം. ഇതിപ്പോൾ വേഗം ആദ്യം തുടച്ചിട്ട്, കാരണം ശനിയാഴ്ച നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് വേഗം എല്ലാം തുടച്ചിട്ട്, അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് തുടച്ചു കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം ചെയ്തത് കേക്ക് ഉണ്ടാക്കലായിരുന്നു. കാരണം റിച്ചാൻ്റെ സാറിന് എനിക്ക് ക്രിസ്മസിന് കേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം റിച്ചാർഡ് ആ ടൈമിൽ വീട്ടിലാണ്, കോളേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് കൊടുക്കാനും സാധിച്ചില്ല. എങ്കിലും ഞാൻ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിനുള്ള സമയം ഇപ്പോഴാണ് ആയേക്കണത്. അപ്പം ഞാൻ പറഞ്ഞ് ഉണ്ടാക്കി തരാം. ഏതായാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് 2 ദിവസം ഇരിക്കുമ്പോഴാണല്ലോ കേക്കിനൊരു ടേസ്റ്റ് ഇടണം. അതുകൊണ്ട് കൊടുക്കുന്നതിന് 2-3 ദിവസം മുമ്പേ ഞാൻ ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് ഉണ്ടാക്കണേന് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ആ കേക്കിൻ്റെ ടിന്നൊക്കെ കഴുകി അവിടെ കൊണ്ടൊന്ന് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഒരു 2 കേക്ക് ഉണ്ടാക്കണം. കാരണം ഒരു കേക്ക് സാറിന് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കേക്ക് അപ്പോൾ നമ്മളുടെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഒരെണ്ണം സാറിന് കൊടുക്കാനൊരെണ്ണം. അപ്പോൾ 2 കപ്പ് മൈദക്കാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രഷായിട്ട് മൈദ കഴിഞ്ഞ ദിവസം മേടിപ്പിച്ചത്. എൻ്റെ കയ്യിൽ മൈദ ഉണ്ട്. എങ്കിലും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള മൈദയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്ത്, അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ കാരമലൈസ് ചെയ്യാൻ വെച്ചേക്കുന്നത്. പിന്നെ അത് 2 നുള്ളു ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. 1 കപ്പിന് 1 നുള്ളു ഉപ്പ്, പിന്നെ 2 നുള്ളു വെച്ചിട്ട് ബേക്കിംഗ് സോഡ മാത്രം. ബേക്കിംഗ് പൗഡറിനകത്ത് ചേർക്കണില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർക്കണത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ച് 2-3 തവണ അരിക്കണമെങ്കിൽ നല്ലത്. എല്ലായിടത്തും ഒരുപോലെ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആയി കിട്ടും. ആ സമയത്ത് ഇത് ഞാൻ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതവിടെ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്യേണ്ടത്. ആ സമയത്ത് ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരും. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പിന്നെ തുടരെ ഒന്ന് ഇളക്കുകയേ വേണ്ട. അത് ഒരു ചെറിയ സിമ്മിൽ ഇട്ടിട്ട് അതവിടെ സാവധാനം കൂടി മെൽറ്റായി കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും അത് കയ്യിലേക്ക് തെറിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ അത് ഓഫ് ചെയ്തവിടെ ഇട്ടിട്ട് പിന്നെ വന്നിട്ട് പഞ്ചസാര മസാല ചേർത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് പഞ്ചസാര. 1 കപ്പ് പഞ്ചസാര എന്ന് 1 ടേബിൾ സ്പൂണോളം ഞാൻ കുറച്ചിട്ടാണ് എടുത്തേക്കണത് കേട്ടോ. ഈ കാരമൽ ഇട്ടെന്ന് വിചാരിച്ച് വലിയ മധുരം ഉണ്ടാവില്ല, അതിന് ചെറിയൊരു കയ്പ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. അപ്പം മറ്റേ പഞ്ചസാരയിൽ ഭയങ്കര മധുരമൊന്നും വരില്ല. എങ്കിലും ഞാൻ 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എടുക്കണത്. പിന്നെ 2 കഷ്ണം പട്ട, ഓരോ കഷ്ണം ഓരോ കപ്പിനെന്നുള്ള കണക്കിന്. 2 ഏലക്കായ, ചെറിയ ഏലക്കായ ആണെങ്കിൽ 3 എണ്ണം. ഇപ്പം ഞാൻ 3 എണ്ണം എടുത്തത്, കാരണം ഉള്ളിൽ നന്നായിട്ട് കുരുവുണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. പിന്നെ ഒരു 2 ഗ്രാമ്പു മതി. ഇതിപ്പോൾ 1 എണ്ണം കൂടി എടുത്തിട്ടുണ്ട്, കാരണം ഗ്രാമ്പു ഒക്കെ ആകെ ക്ഷീണിതരായിട്ടിരിക്കുന്ന ഗ്രാമ്പുവാണ്. അതുകൊണ്ട് 1 എണ്ണം കൂടി കൂടുതലെടുത്ത്. പിന്നെ ഇത്തിരി ജാതിക്കായൻ്റെ 1 കഷ്ണം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി അരിച്ച് ഞാൻ ഈ പൊടിയുടെ കൂട്ടത്തിൽ തന്നെ എല്ലാം കൂടി ചേർത്ത് വെക്കണേന് കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് തവണ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പല രീതിയിൽ ചെയ്യും കേട്ടോ. പഞ്ചസാര പൊടിച്ചത് വേറൊരു പാത്രത്തിലിട്ട് അതിനകത്തേക്ക് എണ്ണയും മുട്ടയും കൂടി ചേർത്ത് മിക്സ് ആദ്യം കലക്കിയിട്ട് അതിലേക്ക് പൊടി ചേർത്ത് ഉണ്ടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കും, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കും, ഈ പൊടി പഞ്ചസാര. അപ്പോൾ അത്രയും പണി കുറഞ്ഞ് വേഗം അതിനകത്തേക്ക് ഈ മുട്ടയും
എണ്ണയും കൂടി ചേർന്നിട്ടുള്ള മിക്സ് ഒഴിച്ച് വേഗം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഒന്ന് ഇത്തിരി ഡസ്റ്റ് ചെയ്ത് ഒന്ന് വെക്കണം കേട്ടോ. ഇത്തിരി പൊടി തൂവിയിട്ട് മൈദപ്പൊടി തൂവിയിട്ട് വെക്കണം. അതങ്ങനെ തൂവിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്കിൽ തന്നെയും ഇത്തിരി പൊടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 ജാറിലായിട്ടാണ് ഇനി ബാക്കിയുള്ളത് ഇരിക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റമ്മിലൊക്കെ കുതിർന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കേക്ക് ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് തന്നെയാണ് ഇഷ്ടം. പുറത്തുനിന്ന് മേടിക്കണ കേക്കിനൊക്കെ ഭയങ്കര പൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് കൂടുതലും അവർ ഈ കറുത്ത മുന്തിരിയില്ലേ അത് മാത്രം ഇടുന്നത്. അതാണ് മെയിനായിട്ട് അവർ ഒരു ഫ്രൂട്ട്സ് എന്നുള്ള കണക്കിന് ഇടുന്നത്. അല്ലാതെ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ല. നമ്മളുടെ ഇതിനകത്ത് നമ്മൾ വെള്ളമുന്തിരിയും കറുത്ത മുന്തിരിയും ഫിഗും ചെറീസ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി നട്ട്സുകൾ ബദാമൊക്കെ ഇല്ലേ അത് എല്ലാ സാധനങ്ങളും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചേക്കുന്നത്, സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഫ്രൂട്ട്സും ഒക്കെ നട്ട്സൊക്കെ ഇടുമ്പോഴുള്ള ഒരു പ്രശ്നം കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. കാരണം കത്തി വെക്കുന്ന സ്ഥലത്തൊക്കെ ഫ്രൂട്ട്സ് അല്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് അതിങ്ങനെ ക്രാക്ക് വീഴും, അപ്പോൾ പൊടിയും. ആ ഒരു പ്രശ്നമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് കുറവാണെന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട്സ് കൂടുതലാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും പൊടിയും. ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടാകും. ഇത്രയും കൂടി ബാക്കിയുണ്ട്, അത് എടുത്ത് വെച്ച്. അപ്പോൾ 2 കേക്കിന് വേണ്ടിയിട്ട് 1 കപ്പ് എണ്ണ, 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് എണ്ണ, 2 കപ്പ് മൈദക്ക് 1 കപ്പ് ഫുള്ള് എണ്ണ, 1/2 + 1/2. പിന്നെ 4 കോഴിമുട്ട. 1 കപ്പിനാണെങ്കിൽ 1 കേക്കിന് 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഇതിനകത്ത് 4 കോഴിമുട്ട. പിന്നെ 2 മുടി വാനില എസൻസ്, ഓരോ കേക്കിനും ഓരോ മുടി വെച്ചിട്ടാണ് ഇടുന്നത്. എന്നിട്ട് അതിനെ നല്ല മയോണൈസ് പോലെ ഹൈ സ്പീഡിൽ ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ടങ്ങനെ അടിക്കുക. അല്ലാതെ ഇങ്ങനെ സാവധാനം സ്പീഡ് കൂട്ടി വരരുത്. അപ്പോഴേക്കും നമ്മളുടെ മുട്ടയൊക്കെ ചൂട് കൊണ്ട് കുറച്ച് വെന്ത് പോകും. അതുകൊണ്ടാണ് അങ്ങനെ വേഗം ഒറ്റ സ്പീഡിൽ അങ്ങനെ അടിച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വേഗം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പപ്പനെ കൊണ്ട് കട്ട് ചെയ്യിച്ചിട്ടാണ്. അപ്പോൾ പപ്പ എനിക്കത് കട്ട് ചെയ്ത്, കാരണം ആവശ്യം പോലെ ഞാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പക്ക്. അത് നേരത്തെ തന്നെ പപ്പ കട്ട് ചെയ്ത് വെച്ച്. കാരണം ആദ്യം തന്നെ ഈ പേപ്പറും കൂടി പാത്രവും കൂടി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കുമല്ല, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ വേണ്ട സമയം എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കൊണ്ടുപോയി കൊടുത്തതുകൊണ്ട് വേഗം അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടൊന്ന് വെച്ച്. അപ്പോൾ നമ്മളുടെ ഈ കാരമൽ ചേർക്കുമ്പോൾ എപ്പോഴും ഇത്തിരി തിക്കായിട്ട് ചേർക്കണമെങ്കിലാണ് കേക്ക് ബാറ്റർ ഒരുവിധം കട്ടിക്ക് കിട്ടുന്നത്. കാരമൽ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കേക്ക് ബാറ്റർ ലൂസാകും. അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഒരു താഴെ പോയി കിടക്കും. പിന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ ഒരു ടോപ്പിംഗ് പോലെ ഇട്ട് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിനൊപ്പം തന്നെ അത് ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ബേക്കാകും, ഒന്നും തന്നെ പുറത്ത് കാണില്ല. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കിയ കാരമൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അത് ഞാൻ എടുക്കാഞ്ഞിട്ടാണ്. ഇതിനേതായാലും ഫ്രഷ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിലും കുറച്ച് നമ്മൾ മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണോണ്ട് തന്നെ ഇതങ്ങോട്ട് ഇടുമ്പോൾ തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. എന്നിട്ടത് 2 പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് മീതയിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെതറിയിട്ട് വേഗം ഞാനങ്ങോട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച്. അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ബേക്ക് ചെയ്യണത്. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യണതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നണം. അതുകൊണ്ടാണ് സ്റ്റൗ ടോപ്പിൽ ചെയ്യണത്. കാരണം ടൈമും കുറവാണ്. എൻ്റെ ഓവനിൽ ചെയ്യുമ്പോഴേക്കും 1.25 മണിക്കൂറൊക്കെ എടുക്കും ഒരു കേക്ക്. ഇതാകുമ്പോൾ ഒരു 3/4 മണിക്കൂർ, മാക്സിമം പോയാൽ 1 മണിക്കൂർ, അത്ര ആകൂല. പക്ഷേ ഇത് ഓവനിൽ ഒരിക്കലും 1 മണിക്കൂർ ഉണ്ടാകൂല, 1.25 മണിക്കൂർ അതിൽ മുകളിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പുറത്ത് തന്നെ വെച്ചിട്ടാണ് ചെയ്യണത്. 2 പാത്രം ഞാനവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇതെടുത്ത് വെക്കുക. പ്രീ ഹീറ്റ് ചെയ്ത് നല്ല ചൂടായതിന് ശേഷം ഇത് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഫുള്ള് ഫ്ലെയിം ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മിന്നാമിനിങ് പോലെ വെക്കുക. അതായത് നമ്മളുടെ ഇത് സിമ്മെന്ന് പറയാൻ ആ സ്ഥലത്ത് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. അതിൽ നല്ലത് ഞാൻ വെക്കണത് എപ്പോഴും
ഓഫാക്കൂലേ നമ്മൾ, അത് ആ പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഒന്ന് തിരിച്ചാൽ ഓഫാണ്. അപ്പോൾ അത് മാക്സിമം തീ കുറവുള്ള ഒരു സ്ഥലമാണ് ആ ഓഫിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു ഭാഗത്താണ് ഞാൻ നോബ് എടുത്തിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണത് കേട്ടോ. നമ്മൾ സാധാരണ സിമ്മിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ചെറിയ തീയിൽ വരില്ല. അപ്പോൾ കേക്ക് ചെറിയ തീയിലിരുന്ന് ബേക്ക് ചെയ്യുമ്പോഴാണ് ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കണ്ട. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കൽ നിസ്സാര പരിപാടിയല്ല, ഒരുപാട് പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 മൂടി ഞാൻ ആ പാത്രത്തിന് വെക്കാറില്ല. ആ പാത്രത്തിൻ്റെ മൂടിയാണ്, അത് കഴുകി ഞാൻ മാറ്റി വെച്ചതാണ് ഇവിടെ. കാരണം കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ ഗ്ലാസ്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ചൂടിങ്ങനെ അടിച്ചിട്ട് അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഞാനങ്ങനെ ആ ഗ്ലാസ്സിലിട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ഇന്നും പുട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ പുട്ടുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ റിച്ചാർഡ് എഴുന്നേറ്റ് വന്നു. ശനിയാഴ്ച രാവിലെ അല്ലേ. അപ്പോൾ അവന് ഫ്ലാസ്കിൽ ഞാൻ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത്. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ ബേക്കായി വന്നപ്പോഴത്തേക്കും 10 മണിയേ ആയിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ട 10:02. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കേക്ക് പതിയെ പുറത്തേക്ക് എടുത്ത് വെക്കുക. ഒരു ചെറിയ രീതിയിൽ ചൂട് മാറുമ്പോൾ നമ്മൾ ഡീമോൾഡ് ചെയ്തിട്ട് വയർ റാക്കിലേക്ക് മാറ്റുക. കാരണം അടിവശത്ത് വെള്ളം ഇങ്ങനെ ഒരു വിയർപ്പ് വെള്ളം പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതുണ്ടാകാതിരിക്കാനായിട്ട് എയർ പാസിങ് കിട്ടണം അടിവശത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വയർ റാക്കിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഇതിൻ്റെ ചൂടോടുകൂടി ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു ഇത്തിരി ചൂടിരുന്നിട്ട് പിന്നെ ഡീമോൾഡ് ചെയ്തിട്ടാണ് വയർ റാക്കിലേക്ക് നമ്മൾ മാറ്റി വെക്കണത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുക്ക് ചെയ്തപ്പോഴത്തേക്കും വേർപ്പ് വെള്ളം വീണ്, കറിയുടെ വേർപ്പ് വെള്ളം അങ്ങനെ എന്തോ പറഞ്ഞു, വേർപ്പുള്ള അതെന്താ കറിക്ക് വേർപ്പോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് കണ്ടായിരുന്നു. എനിക്കത് ചിരി വന്നു ശരിക്കും. അത് ഞങ്ങളിവിടെ അങ്ങനെ പറയണത്, വേർപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ആവി വെള്ളത്തിനാണ് അങ്ങനെ പറയണത്, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ അതാണ് ആവി വെള്ളം അങ്ങനെ പറയാമല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് വേർപ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അതിനൊന്ന്. നമ്മളത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ശീലിച്ചത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഈ ആവി വെള്ളം താഴെ കെട്ടിക്കിടക്കാതിരിക്കാനാണ് വയർ റാക്കിൽ ഇതുപോലെ വെക്കണം. അപ്പോൾ താഴെ കൂടി നമുക്ക് എയർ പാസിങ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നില്ലേ ഞാൻ കടല രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ നോമ്പ് കറിയുടെ പാചകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടുകറിയാണ് വെക്കണത്. അപ്പോൾ വളരെ കുറച്ചായിട്ടാണ് വെക്കണത്, എങ്കിലും ഇവിടെ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതും ബാക്കി ഒരുപാട് കിടക്കും. അപ്പോൾ ഞാൻ കടല ആദ്യം തന്നെ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ച്, ഇനിയിപ്പോൾ ഇത് പച്ചക്കായും ചേനയും, അപ്പോൾ ഈ പച്ചക്കായും ചേനയും ചേർത്തിട്ട് ഒന്നുകൂടി കുക്കർ തുറന്ന് അതിനകത്തിട്ട് ഇട്ട് തന്നെ വേവിക്കും. കാരണം കുറേ നേരം തുറന്ന് വെച്ചൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ചില ചേന വേകൂല. അപ്പോൾ പിന്നെ അത് നോക്കി നിൽക്കണം. അതുകൊണ്ട് കുക്കറിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാമെന്ന് ചോദിച്ചാൽ, അതെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ഇത് സെപ്പറേറ്റ് വേവിച്ചാൽ എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ എടുക്കണത് കാണാം. ഏതായാലും എനിക്ക് മാത്രമൊക്കെ അല്ലേ കഴിക്കാനുള്ളൂ, വേറെ ആർക്കൊന്നും വേണ്ടല്ല. അപ്പോൾ ഇത്തിരി വെന്ത് പോയാലും സാരമില്ല എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിൽ എൻ്റെ മടിയം പരിപാടിയിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേനയും പച്ചക്കായൊക്കെ അരിഞ്ഞെടുത്ത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പ കടയിൽ പോയിട്ട് ഇത്തിരി പഴം മേടിച്ചിട്ടുണ്ട്. ഈ പഴം വീണ്ടും ഞാൻ പറഞ്ഞു വിട്ടാണ്, കാരണം എൻ്റെ ജ്യൂസ് അടിക്കാനുള്ള പഴം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പയുടെ 1 കിലോ ഞാലിപ്പൂവൻ പഴം കൊണ്ടുവരാൻ പറഞ്ഞ്, പഴുത്തത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത്തിരി കൂടുതൽ പഴുപ്പുണ്ട്. പാലും ബ്രെഡും ഒക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പിറ്റേ ദിവസം സൺഡേ നമ്മുടെ ഇത് റോജറിന് എക്സാമിന് പോകാനുള്ളതാണ്, എംടെക്കിൻ്റെ എക്സാം. അത് പെരുമ്പാവൂരാണ് അതിൻ്റെ സെൻറ്ററിൽ നിന്നൊക്കെ ഞാൻ കോളേജ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പോകാനുള്ള ദിവസമാണ് പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബ്രെഡ് ഇത്തിരി സാൻഡ്വിച്ച് ആക്കിയിട്ടൊക്കെ കൊടുത്ത് വിടാൻ. കഴിഞ്ഞ തവണ ഒന്നും കൊണ്ടുപോകാതെ പോയതുകൊണ്ട് തന്നെ ഒരു സാധനം കഴിക്കാനൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല, നേരവും കിട്ടിയില്ല കഴിക്കാമെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ബ്രെഡ് എടുത്ത് വെച്ചോ, മേടിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെഡൊക്കെ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ ഞാൻ പറഞ്ഞു ചായ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് വിടാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവനൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. എങ്കിലും നമ്മളൊരു കരുതലെടുത്ത് വെച്ചതാണ്. അപ്പം അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച്, അപ്പം ഞാൻ ഈ പഴം ജ്യൂസ് ഇത് മുന്തിരിയും കൂടി ജ്യൂസ് അടിച്ച് കഴിക്കണത് കൊണ്ട് എനിക്കത് തന്നെ കഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഴവും കൂടുതലും മേടിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പച്ചക്കായും ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വീണ്ടും വേവിക്കാനിട്ട് കേട്ടോ, കടലട ഒപ്പം. ആ സമയത്ത് നമുക്ക്
ഇതിനകത്തേക്ക് ഇടേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് ഇത് തേങ്ങയും ഇട്ടിട്ട് പിന്നെ അതിങ്ങനെ വറുത്ത് വരണ സമയത്ത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത്തിരി പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്, പിന്നെ മുളക് പൊടി നോക്കിയപ്പോൾ തീർന്നിരിക്കണം. അപ്പോൾ ഉള്ള മുളക് പൊടി ഇട്ടിട്ട് പിന്നെ ഞാൻ വലിയ കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് ആ മുളക് പൊടി പോരാത്തത് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി. അപ്പോൾ ചെറിയ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ജീരകം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ജീരകം സാധാരണ ഞാൻ ഇടാറില്ല, ഇത്തവണ ഞാൻ ഇട്ട് ഒന്ന് ടേസ്റ്റ് ഇത് വ്യത്യാസം വരുമല്ലോ. പക്ഷേ എനിക്ക് ചെറിയ ജീരകം ഇടാത്തത് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ചെറിയ ജീരകം ഞാൻ ഇടാറില്ല. അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്തത്. അപ്പോൾ പല രീതിക്കൊക്കെയാണ് ഇത് ഓരോരുത്തർ ചെയ്യണം. പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു രുചിയാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ജീരകം വേണ്ടായിരുന്നു എന്ന് തോന്നി, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോരാത്ത മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതവിടെ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ ക്രഷ് ചെയ്തില്ല, എനിക്ക് ഇത്രയായപ്പോഴത്തേക്കും പിന്നെ ക്രഷ് ചെയ്യാൻ മടിയായി, ഞാൻ അങ്ങനെ തന്നെ ഇട്ട്. എന്തോ പപ്പ ഈ കറി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട കൊള്ളാന്നൊക്കെ പറഞ്ഞ്. സാധാരണ ഇങ്ങനത്തെ ഒരു കറികളും പപ്പയ്ക്ക് ഇഷ്ടമല്ല, ഈ ഓണക്കറികളൊന്നും പപ്പയ്ക്ക് ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് മാത്രം ഇട്ട് കൊടുത്താലേ ഇഷ്ടമല്ല. ഓണത്തിന് വിളമ്പുമ്പോൾ ഇവരെല്ലാം കഴിക്കും കേട്ടോ. എല്ലാ കറികളുടെയും കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ കഴിക്കും, ഇത് മാത്രം ഇട്ടൊന്നും കൊടുത്താൽ കഴിക്കില്ല. അതുപോലെ പച്ചടി, അതൊക്കെ ഓണത്തിൻ്റെ കറികളുടെ കൂട്ടത്തിൽ എന്ത് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അവർ കഴിക്കും. പക്ഷേ അത് മാത്രമായിട്ട് നമ്മൾ ഇട ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വേണ്ട, അത് കഴിക്കും. അപ്പോൾ കൂട്ടുകറിയുടെ ഒപ്പം തലേദിവസം വെച്ച മോരുചാറാണ് ഉള്ളത്. പക്ഷേ അതൊന്നും റോജർ കഴിക്കില്ലെന്ന് എനിക്കറിയാം. മോരുചാറ് ഇത്തിരി എടുത്താലും കൂട്ടുകറിയൊന്നും എടുക്കില്ലെന്ന് എനിക്കറിയാം. പപ്പയും എടുക്കുക എന്ന് എനിക്കൊരു സംശയമായിരുന്നെങ്കിലും കഴിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി മുട്ട ഒന്ന് ഓംലെറ്റ്, റിച്ചാർഡും ഉണ്ടല്ലോ, അപ്പോൾ റിച്ചാർഡിൻ്റെ മുട്ട ഓംലെറ്റ്, മുട്ട ചിക്കി വറുക്കണമെന്ന് പറഞ്ഞത്. മുട്ട ചിക്കി വറുത്തതും മോരിയാറും മതിയെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി മുട്ടയും കൂടി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചിക്കി വറുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാൻ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കിലോ കപ്പലണ്ടി, ചേച്ചിക്ക് കൊടുക്കാൻ ഒരു കിലോ കപ്പലണ്ടി അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ 1 കിലോ കപ്പലണ്ടി വറുത്തത് എങ്ങോട്ട് പോയെന്നറിയാൻ അപ്പം തന്നെ തീർന്നിട്ട് കുറച്ച് ദിവസവും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇനി ഉടനെ ഒന്നും പോകാൻ പറ്റൂലെന്നുള്ള അറിയിപ്പ് റിച്ചാർഡ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം റിച്ചാർഡിൻ്റെ എക്സാമും പഠിക്കലും ഒക്കെ വന്നതുകൊണ്ട് പോകാൻ പറ്റൂല ഇനിയിപ്പോൾ. അതുകൊണ്ട് ഇനി കപ്പലണ്ടി വെച്ചിട്ട് കാര്യമില്ല, ഇനി പോകുമ്പോൾ വേറെ മേടിച്ചു കൊടുക്കുക. അപ്പോൾ ഏതായാലും ഞാനതെടുത്ത് വറുക്കാൻ വെച്ച്. അപ്പോൾ 1/2 കിലോ ആദ്യം, 1/2 കിലോ അങ്ങനെ 2 ആയിട്ടേ വെക്കാൻ പറ്റുള്ളൂ, ആ ഒരു കപ്പാസിറ്റിയിലെ എള്ള് ആ പാത്രമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തത് സാറിന് കൊടുക്കാനുള്ളത് ഞാനൊന്ന് പാക്ക് ചെയ്ത് വെച്ച്, മറ്റേത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് എപ്പോഴും 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണതാണ് നല്ലത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം നമ്മളിന്നിപ്പോൾ ഏതായാലും വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചത് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്, മുകളിലും താഴത്തുമൊക്കെ ഒരുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കേക്കൊന്ന് പാക്ക് ചെയ്തിട്ട് വൃത്തിക്ക് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. നല്ലൊരു പ്രിൻ്റുള്ള ഇത് മറ്റേ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഇട്ടിട്ട് പൊതിഞ്ഞിട്ടൊക്കെ കൊടുക്കണത്. പക്ഷേ അത് റിച്ചാനും കൊണ്ടുപോകാൻ പറ്റില്ല ബാഗിലിട്ടിട്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ പൊതിഞ്ഞ് വെച്ച്. എങ്കിലും ഞാൻ അതേലൊരു സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ നോക്കിയപ്പോൾ സെല്ലോ ടേപ്പ് ഇല്ല, ഇൻസുലേഷൻ ടേപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ക്രോസ് പോലെ ഇൻസുലേഷൻ ടേപ്പാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങനെ എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച്. അപ്പോൾ 2-3 പീസ് അവസാനത്തെ അവിടെ വെച്ചിട്ട് പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വേഗം കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ റിച്ചാൻ്റെ അടുത്ത് കഴിക്കാൻ കൊടുത്തപ്പോൾ റിച്ചാർഡ് പറഞ്ഞു വൈകുന്നേരം മതി എന്ന് പറഞ്ഞ്. അങ്ങനെ വൈകുന്നേരം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആളെ പാത്രം അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. വേഗം ഞാൻ പാത്രം എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞു ഇത് മൊത്തത്തേക്ക് നീ കഴിക്കണ്ട, ഏതായാലും മധുരമുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റിക്കളഞ്ഞിട്ടാ. നല്ല ടേസ്റ്റാണ്, നമുക്ക് ഇരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മുട്ട പിരിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതേ മോര് ചാറ് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തവിടെയാണ്, തണുപ്പ് പോയിട്ടുണ്ട്, പക്ഷേ ചൂടാക്കൂലല്ലോ, അതങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്കിത് കണ്ടിട്ട് ഇപ്പം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് കഴിക്കണം. എനിക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറയാറില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ എൻ്റെ നോമ്പ് കറികളൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ ഇത് ഇവർക്കുള്ള മുട്ട വറുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മുട്ട അവർ രണ്ടാളും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പം നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മുട്ട വറുക്കാനായിട്ട് നിന്നത്. പിന്നെ ശനിയാഴ്ച ദിവസം റിച്ചാർഡ് പാൽ കുടിക്കാത്തതുകൊണ്ട് വൈകുന്നേരം പാൽ ചായ ഇടാനാണ് പറയണത്. അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി വറുത്തതും കേക്കും ഒക്കെ കൊണ്ടുവന്ന് വെച്ച്. പിന്നെ ഇനി അടുത്ത പണിയാണ് ഡിന്നറിന് വേണ്ടിയിട്ട് റിച്ചാർഡിന് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ കട്ട് ചെയ്ത് ബോയിൽ ചെയ്ത് അപ്പോഴും വീണ്ടും പാത്രങ്ങൾ കഴുകണം. എല്ലാ പാത്രങ്ങളും കഴുകി ഒതുക്കിയതായിരുന്നു. ഇനിയിപ്പോൾ ഈ
ബോയിൽ ചെയ്തതും പിന്നെ അത് ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ, ഇത്തിരി ബട്ടറൊക്കെ ഇട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. മറ്റേ വെളുത്തുള്ളി ഇപ്പം ഇടണില്ല, അത് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കഴുകാനുണ്ട് ഇനി പാത്രങ്ങളെല്ലാം, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ പപ്പ ഉച്ചക്ക് കൂട്ടുകറി കൂട്ടിയതുകൊണ്ട് രാത്രി അത് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ റോജറിന് അത് പറ്റൂല, അതുകൊണ്ട് അവന് ഞാൻ മുട്ട ഓംലെറ്റ് കൂടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്താലേ ഇന്നത്തെ ഡിന്നറിൻ്റെ പരിപാടികൾ കഴിയുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും തന്നെയില്ലേ എന്ത് കാര്യത്തിനും നമ്മൾ ജയിക്കണം എന്നുള്ളൊരു ചിന്തയല്ലേ. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നമ്മൾക്കത് വിജയം വേണം. ഒരാൾ എതിരാളി ഉണ്ടെങ്കിൽ അയാളെ തോൽപ്പിച്ച് നമുക്ക് ജയിക്കണം എന്നല്ലേ നമ്മൾ ഓർക്കുക. പക്ഷേ എത്ര പേർക്ക് തോറ്റു കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാകും? കാരണമില്ലേ, ചില മത്സരങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിലായാലും അല്ലാതെയും അത് മത്സരിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി മാത്രമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് മത്സരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിത്യവൃത്തിക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകളുണ്ട്, അവർക്കത് കിട്ടിയിട്ട് വേണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അത് തോറ്റു കൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്? പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പല സ്ഥലത്തും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നമ്മൾ തോറ്റു കൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്, നമ്മളുടെ കുടുംബം വിജയിക്കുന്നത് അല്ലേ. അപ്പോൾ തോറ്റു കൊടുക്കാനുള്ള മനസ്സാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. അതാണ് നമ്മളുടെ മക്കളെയും പഠിപ്പിക്കാനുള്ളത്. എല്ലാവരോടും പടവെട്ടി മുന്നേറുക എന്ന് പറയുമ്പോൾ അതിന് നമ്മളുടെ ചെരുപ്പിൻ്റെ അടിയിൽ ചവിട്ടിക്കൂട്ടുന്ന കുറച്ച് ആളുകളും കൂടി പെടും എന്നുള്ളൊരു തിരിച്ചറിവ് മക്കൾക്ക് കൊടുക്കണം. കാരണം ഈ എതിരാളികളെല്ലാവരും പോരാളികൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിന് വേണ്ടി എതിരിട്ട് നിൽക്കുന്നവരുണ്ട്. അത് മനസ്സിലാക്കി അവരെ ജയിക്കാൻ അനുവദിക്കുക. അതാണ് ഏറ്റവും വലിയൊരു മനസ്സെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതാണ് നമ്മൾക്ക് ആർക്കും തന്നെ ചെയ്യാനും സാധിക്കാത്തത്. അപ്പം നമ്മളുടെ മക്കൾക്ക് ആ ഒരു ചിന്ത മനസ്സിൽ കൊടുക്കുക. എപ്പോഴും പടവെട്ടി ജയിക്കലല്ല, മറ്റൊരുത്തൻ്റെ സന്തോഷത്തിനും അവൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് അവൻ്റെ മുന്നിൽ നമ്മൾ അവനെ ജയിപ്പിക്കാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ തന്നെയാണ് ജയിക്കുന്നതെന്ന് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ തുണികൾ കുറേ മടക്കാനുണ്ടായിരുന്നു, അതുകൂടി മടക്കി വെച്ച് പിന്നെ പോയിട്ട് റോജറിന് ഊണ് കഴിക്കാൻ നേരം ഇപ്പോൾ ഓംലെറ്റും ഉണ്ടാക്കി. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്